സീസർ റംബൂട്ടാനൊക്കെ പാകമായി തുടങ്ങി. കണ്ട് ഇതുപോലെ നമുക്ക് ചോട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ കവറൊക്കെ ഇടാനും ഇതുണ്ടോ. ഇതൊരു വലിയൊരു കൊലയാണ്, 10-30ഓളം ഫ്രൂട്ടുള്ള ഒരു കൊലയാണിത്. വലയിട്ടിരിക്കുകയാണ് കണ്ടോ. ഈ ഫ്രൂട്ടിന് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ മുകളിൽ വലയിട്ടിട്ടുണ്ട്. കൂടാതെ ഇതുപോലെ പ്ലാസ്റ്റിക് ബാഗുകളിലൊക്കെ പൊതിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് വെച്ചാൽ അണ്ണാനോ ആ രീതിയിലുള്ള പക്ഷികളോ ഒന്നും ഒരു രീതിയിലുമുള്ള അറ്റാക്ക് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നമ്മൾ ഇടയ്ക്ക് പാട്ട കൊട്ടുന്നുണ്ട്. ദേ ഈ സീഡി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഇത് ചെറുപ്പം മുതലേ പ്രൂൺ ചെയ്ത് വളച്ച് നമുക്ക് ചോട്ടിൽ നിന്ന് വലയിടുവാനും പറയ്ക്കുവാനും ഒക്കെ ഉള്ള ഒരു ക്രമീകരണത്തിലാണ്. സീസർ റംബൂട്ടാനൊന്ന് പൊട്ടിച്ചിട്ട് ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കാം. കണ്ടോ, നല്ല വിളഞ്ഞ പാകമായ സീസറാണ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. സീസർ റംബൂട്ടാൻ നമ്മൾ പൊട്ടിച്ചു. കണ്ടോ, ഈ പ്ലാന്റ് നമ്മൾ ഇവിടെ വെച്ച് ഇത് പ്രൂൺ ചെയ്ത് ഇതെല്ലാം വളച്ച് താഴ്ത്ത് കെട്ടി സൈഡ് കമ്പുകളൊക്കെ വളച്ച് കെട്ടി ഫ്രൂട്ടുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റി, വലയിടാൻ പറ്റി, കവറുകൾ ഇടാൻ പറ്റി, അതുപോലെ വേഗത്തിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റി. അപ്പോൾ നമ്മളെല്ലാ പ്ലാന്റുകളും എല്ലാ റംബൂട്ടാനും ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് വളച്ച് കെട്ടി ഫ്രൂട്ടുകൾ സംരക്ഷിക്കത്തക്ക നിലയിൽ പൊട്ടിക്കത്തക്ക നിലയിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു നല്ല രീതിയിൽ ഫ്രൂട്ടുണ്ടായ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യും. ഒരു 3-4 അടി ഒക്കെ വെച്ച് കട്ട് ചെയ്ത് കളയും. ഒരു സീസർ ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ഒന്ന് നോക്കാം. സീസർ ഫ്രഷ് കണ്ടില്ലേ. നമുക്ക് ഈസി ആയിട്ട് ഇത് സീഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതുണ്ടോ, പൊളിഞ്ഞു പോയി. നല്ല മധുരമുണ്ട്, ഒട്ടും പുളിയില്ല, നല്ല ടേസ്റ്റാണ്. തിന്നായിട്ടുള്ള ഒരു സീഡുണ്ട്. റംബൂട്ടാൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് വിറ്റാമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും മികച്ചതാണ് റംബൂട്ടാൻ. മാത്രമല്ല റംബൂട്ടാനിൽ നന്നായിട്ട് പൊട്ടാസ്യമുണ്ട്. ഈ പൊട്ടാസ്യത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ശരീരത്തിലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് റംബൂട്ടാൻ പഴം. നമ്മുടെ വീട്ടിൽ നന്നായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ വിഷമടിക്കാതെ കിട്ടുന്ന ഈ റംബൂട്ടാനിൽ ധാരാളം ഫൈബറുണ്ട്. ദഹന പ്രക്രിയക്ക് ഏറ്റവും ഉത്തമമാണ് ഫൈബർ. നന്നായിട്ട് റംബൂട്ടാനിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ, കോശങ്ങൾ ആൻറ്റി റാഡിക്കലിൻ്റെ പ്രവർത്തനം മൂലം സെല്ലുകൾ നശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ ഗുണകരമാണ്. റംബൂട്ടാനിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ റംബൂട്ടാനിലുണ്ട്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും മികച്ചതാണ് റംബൂട്ടാൻ. റംബൂട്ടാനിലെ ചില ഘടകങ്ങൾ ഷുഗറിനെയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ, ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യമാണ്. നല്ല രീതിയിൽ അയൺ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് റംബൂട്ടാൻ. ഹിമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കുവാൻ അയൺ വളരെ അനിവാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തുകൊണ്ടും കഴിക്കാൻ ഉത്തമമായിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ പഴങ്ങൾ. ഇതുപോലത്തെ 10 റംബൂട്ടാൻ കഴിച്ചു കഴിയുമ്പോൾ എന്താ ഒരു നാവിൻ്റെ മധുരം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്കിതിലും മികച്ച ഒരു ഫ്രൂട്ട് ഒന്ന് കഴിക്കണം. അപ്പോൾ ഇത് എനിക്ക് ഈ വർഷം 100 കിലോയോളം ലഭിച്ച ഒരു റംബൂട്ടാൻ്റെ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ നമുക്ക് മധുരം ഒന്ന് നോക്കാം. ഉണ്ടോ, ഇതാണ് അതിൻ്റെ കളറ്. നമുക്കിതും കൂടെ ഒന്ന് പൊട്ടിക്കാം. കുരുവിൽ നിന്ന് മറ്റതുപോലെ അങ്ങനെ വിട്ടുപോരത്തില്ല. എങ്കിലും നല്ല ഫ്രഷ് ഉണ്ട്. ഇതിൻ്റെ കുരുവിൽ നിന്ന് ഈ രീതിയിൽ ഇത് വിട്ടുപോരുകയുള്ളൂ. പക്ഷെ നന്നായിട്ടുണ്ടാവും. ഇത്തവണ എനിക്ക് 100 കിലോയോളം, 100 മുകളിൽ ഒരു റംബൂട്ടാനിൽ നിന്ന് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടാനിടയായി തീർന്നു. വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അത് എല്ലാ കമ്പുകളും പ്രൂൺ ചെയ്ത് ചുവടെല്ലാം വൃത്തിയാക്കി അല്പം വേപ്പിൻകുരു പൊടിച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വളപ്രയോഗങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ഇനി നമുക്ക് ഈ അതിമധുരമുള്ള റംബൂട്ടാൻ കഴിച്ചതിന് ശേഷം അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റംബൂട്ടാനേക്കാളും
ഗുണമുള്ള മറ്റൊരു ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം. റംബൂട്ടാൻ പഴത്തിനുള്ളതിനേക്കാൾ ഇരട്ടി വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ടാണ് നമ്മുടെ പേരയ്ക്ക. പേരയ്ക്കയിൽ വിറ്റാമിൻ സി മാത്രമല്ല, നല്ല രീതിയിൽ ഫൈബറുണ്ട്. അതുപോലെ ഷുഗറിനെ നന്നായി ക്രമീകരിക്കാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതുപോലെ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്ന് വേണ്ട നിരവധി ഗുണങ്ങൾ, omega-3, omega-6 ഇങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. നമ്മുടെ കാലാവസ്ഥയിൽ അത്യാവശ്യം നന്നായിട്ട് കാ പിടിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഒരു കൊലയിൽ 4 പേരയ്ക്ക വരെയാണ്. നിറയെ പേരയ്ക്കയാണ് ഈ മഴക്കാലത്തും. ഒരു ജാർവി റെഡ് 1 പേരയ്ക്ക വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഈ പേരയ്ക്കയിൽ ഫസ്റ്റ് ടൈമിൽ 3 ഫ്ലവറാണ് ഉണ്ടായത്. മൂന്നിലും പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. നല്ല കാപിടുത്തമുള്ള ഇനമാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു പേരയാണ്. ഏറ്റവും താഴെയാണ് പേരയ്ക്ക ഉണ്ടായത്. ജാർവി 1 റെഡ് കുവ. അപ്പോൾ ജാർവി 1 നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇച്ചിരി പഴുപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണല്ലോ. ഇതാണ് ജാർവി 1. സീഡ് കുറവുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതിൻ്റെ ടേസ്റ്റ് നോക്കാം. അല്പം പഴുക്കാനുണ്ട്. സൂപ്പർ. ഒരു പപ്പായയുടെ ഷേപ്പ് ഉണ്ട് ജാർവി 1 റെഡിന്. നല്ല മധുരമുണ്ട്. അല്പം കൂടെ പഴുക്കാനുണ്ട്. ഇതെങ്കിലും നല്ല മധുരമുണ്ട്. സീഡ് കുറവാണ്. നല്ല ക്രിപ്സിയാണ്. പേരയ്ക്കയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയതോടെ മികച്ചിനം പേരയ്ക്കകൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജപ്പാൻ വൈറ്റ് ഉണ്ട്, പപ്പായ ഗോവയുണ്ട്, സീഡ്ലെസ്, തായ്ലാൻഡ് സീഡ്ലെസ് ഉണ്ട്. എന്തായാലും ജാർവി 1 നന്നായിട്ട് കാപിടുത്തമുണ്ട്. നല്ല ക്രിപ്സിയാണ്. മഴയത്ത് നല്ല മധുരമുണ്ട്. റംബൂട്ടാൻ എത്ര കഴിച്ചാലും നമ്മൾ മടുക്കില്ല. എങ്കിലും ഒരു 10-15 കഴിച്ച് കഴിയുമ്പോൾ ഒരു ചേഞ്ചിനായിട്ട് നമ്മൾ പേരയ്ക്ക കഴിച്ചു. ഇനി നമുക്ക് ബെറാപ്പിൾ ഒന്ന് കഴിച്ചു നോക്കാം. കണ്ടോ, നിറയെ ബെറാപ്പിളുണ്ട്. ഈ മഴക്കാലത്തും നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരെണ്ണം അത്യാവശ്യം ഒന്ന് വിളഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, ബെറാപ്പിളിലും നന്നായിട്ട് വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽസ്യം ഉണ്ട്. ഫൈബറും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ബെറാപ്പിൾ. എന്നാൽ പലർക്കും ബെറാപ്പിൾ കായ്ക്കുന്നില്ല, പൂക്കുന്നുണ്ട്, കാ പിടിക്കുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിറയെ കായ്കളാണ്. ഇത് മുഴുവൻ കായ്കളാണ്. ഈ മഴയത്തും നല്ല രീതിയിൽ കാപിടുത്തമാണ് ഇതിന്. അപ്പോൾ ബെറാപ്പിൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പോവുകയാണ്. നല്ല ക്രിപ്സി കേട്ടോ, നല്ല മധുരമുണ്ട്. ഒരു ക്രിപ്സി ഫ്ലേവറാണ്. റംബൂട്ടാൻ, പേര, ബെറാപ്പിൾ 3 ഫ്രൂട്ടുകൾ നമ്മൾ കഴിച്ചു. 3ഉം മികച്ച ഫ്രൂട്ടുകളാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും മികച്ചതാണ് റംബൂട്ടാനും പേരയും ബെറാപ്പിളും. എന്നാൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് പേരയിലാണ്. ഈ 3 ഫ്രൂട്ടുകളും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതാണ്. മഴക്കാലത്തും അത്യാവശ്യം കാപിടുത്തമുള്ളതാണ്. ഈ ഫ്രൂട്ടുകളെല്ലാം നമ്മൾ വിളഞ്ഞ ശേഷം ഇതിലെല്ലാം നമ്മൾ കവറിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ ഫ്രൂട്ടുകളിലും കവറിട്ട് സംരക്ഷിക്കുകയാണ്. നമ്മുടെ ഫ്രൂട്ടുകളൊക്കെ നമ്മൾ കവറിട്ട് സംരക്ഷിക്കണം. കാരണം മറ്റു പക്ഷികളോ അങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. മാത്രമല്ല, ഈ ഫ്രൂട്ട് വിളവെടുപ്പ് കഴിയുമ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ എല്ലാം നമ്മൾ പ്രൂൺ ചെയ്യും. പേരയും ബെറാപ്പിളും റംബൂട്ടാനും ഒക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്യും. എന്നിട്ട് നല്ല വളങ്ങൾ കൊടുക്കും, മൈക്രോ ന്യൂട്രിയൻസും. അതുപോലെ അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഈ പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിയ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കും. ചാണകപ്പൊടിയിലൊക്കെ നൈട്രജൻ ധാരാളമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീടുകളിൽ തന്നെ വിഷമടിക്കാത്ത മികച്ച ഫ്രൂട്ടുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.